ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാനർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വേനൽ അവധിക്കാലമല്ലേ, ഒത്തിരി മാങ്ങ, പുളിഞ്ചിക്ക പുളിഞ്ചിക്ക എന്ന് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, ഇരുമ്പമ്പുളി, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പുളിഞ്ചിക്ക എന്നാണ് കേട്ടോ. ഇത് എൻ്റെ ഉമ്മയുടെ വീട്ടിലുള്ളതാണേ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഞാൻ പോയപ്പോൾ പെരുന്നാളിന് മുമ്പേ 27 രാവിന് മുമ്പ് ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ എപ്പോൾ നോക്കിയാലും പുളിഞ്ചിക്ക ഉണ്ടാവും, പക്ഷെ ഈ ടൈം ആകുമ്പം ഒത്തിരി ഉണ്ടാവും കേട്ടോ. ആവശ്യമില്ലാതെ കുറേയൊക്കെ തറയിൽ കിടക്കും. ഇത് എനിക്ക് അച്ചാറ് പോലെ മുളകൊക്കെ ഇട്ടിട്ട് ഉണക്കി നമ്മളെ കഞ്ഞിൻ്റെ കൂടെ മീൻകറിയൊക്കെ വെക്കുമ്പോഴും പുളിക്കറി വെക്കുമ്പോഴൊക്കെ അത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്നൊരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ഇന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡായിരുന്നു. സാമ്പാർ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള വെജിറ്റബിൾസ് വെച്ചാണ് കേട്ടോ. പിന്നെ ഈ വെജിറ്റബിൾ എടുത്ത് എറിയണമെന്ന് ആർക്കും തോന്നരുത് കേട്ടോ. എനിക്ക് വീഡിയോ എടുത്ത് സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. പിന്നെ സാമ്പാറിന് വെണ്ടയ്ക്ക, വഴുതനങ്ങ, കത്തിരിക്ക, അവരയ്ക്ക, തക്കാളി, പിന്നെ സവാളയൊക്കെ ഇട്ടാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പൊങ്ങച്ചം പറയുന്നതോ ഒന്നുമല്ല, നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കണം കേട്ടോ. കുറച്ചെങ്കിലും ഒന്ന് ചെയ്ത് നമ്മളെ വീട്ടിലെ വിഷമില്ലാത്ത വെജിറ്റബിൾസ് വെച്ച് വയ്ക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. ഒന്ന് 4-5 ചെടികൾ വെച്ച് നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചോറായിരുന്നാലും കൂടുതൽ ചോറായാലും കാപ്പിയായാലും അധികം നമ്മൾ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞാനിത് ഈ ഹാർവെസ്റ്റിംഗ് വീഡിയോ ഇനി സ്ഥിരം ഞാൻ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് പേർക്കൊക്കെ അത് കൃഷി ചെയ്യണമെന്നൊരു തോന്നലുണ്ടാക്കി എന്നറിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ കുറച്ച് പേരൊക്കെ എന്നെ കണ്ടോ അല്ലാതെയോ അവരൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനും ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഇതിലെനിക്ക് കിട്ടുന്ന മാനസിക സന്തോഷം എന്ന് പറയുന്നത് അതിനേക്കാളും വലുതാണ്. ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. ഒരു ടീച്ചർ ആവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു നന്നായിട്ട് പഠിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ നോക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അത് ഉപേക്ഷിച്ച് ഇത് ഇങ്ങനെ വീട്ടമ്മയായിട്ട് തന്നെ വീട്ടിലിരിക്കുന്നത്. പക്ഷെ വീട്ടമ്മ ആവുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല കേട്ടോ. എന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തവരെ ഒന്ന് സഹായിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം പലതരത്തിലെ അസുഖങ്ങൾ ഏതൊക്കെ വഴിയിൽ കൂടെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന വീതി, അല്ലെങ്കിൽ പ്രധാന ഒരു നൂൽപാത എന്ന് പറയുന്ന ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണം തന്നെ നമ്മൾ നേരെയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളും കുറയും. അത് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. എനിക്കിനി ആരെയും തെളിയിക്കാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത മോനും രണ്ടാമത്തെ മോനായിരുന്നാലും ഒരുപാട് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. ഒരു മാസത്തിൽ ഏകദേശം ഒരു 15 ദിവസത്തോളം ആശുപത്രി കിടന്ന കാലം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കല്യാണമോ ഒരു മരണമോ എന്ത് വന്നിരുന്നാലും നമുക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ പരാതികൾ മാത്രം ഒത്തിരി വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത്രമാത്രം അസുഖങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു, ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയ അസുഖത്തിന് വ്യത്യാസം ഉണ്ടാവുന്നു. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അനുഭവമാണ്. ഞാൻ കൊറോണ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. അത് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെച്ചതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മളെ മക്കളടുത്തും കുടുംബത്തിനോടും നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഇതാണ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം. പിന്നെ പയറൊക്കെ കഴിഞ്ഞു. ഇത് പാവയ്ക്ക് തനിയെ ഉണ്ടായി വന്നതാണ് കേട്ടോ. ചെറിയ പാവയ്ക്ക് എനിക്ക് നിൽപ്പുണ്ട്. ഇത് പയർ ലാസ്റ്റ് വിളവെടുപ്പാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പയർ ചെടിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി തന്നു, ഒരുപാട് ഒരുപാട് എനിക്ക് തന്നു. എന്നെ സന്തോഷിച്ച ഹാപ്പി ആക്കിപ്പിച്ച ഒരു വെജിറ്റബിളാണ് പയർ കേട്ടോ. വള്ളിപ്പയർ ഒരുപാട് കൊടുക്കാനും പറ്റി, ഉപയോഗിക്കാനും പറ്റി. അപ്പം ലാസ്റ്റ് ഇതാണ് കേട്ടോ. ഇന്ന് സാമ്പാറുണ്ടായിരുന്നു, വള്ളിപ്പയർ തോരൻ, കീരത്തോരൻ, അതുപോലെ മാങ്ങാ ചമ്മന്തി, പപ്പടം, അച്ചാറുമായിരുന്നു കേട്ടോ.
പറയുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കാം. നമ്മൾ കുടുംബത്തിനോടുള്ള സ്നേഹം നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്ത് കാണിക്കാതെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.